കമ്പാക്ക് അടിക്കുമ്പോ കൗണ്ടർ കൂടുതലാണ് കുറച്ച്. അപ്പം നമ്മള് സ്റ്റേഷനകത്ത് നമ്മള് പോയി വിളിച്ചിട്ട് നമ്മള് പോയി. അവിടെ നിക്കുമ്പോ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു പെണ്ണിന്റെ ആരോ കയറി പിടിച്ചെന്ന്. ആരോ കയറി പിടിച്ചെന്നാ? പെണ്ണിന് ഓർമ്മയുള്ളത് പിടിച്ചവന് പിങ്ക് മുടിയാണ്. പിടിച്ചവന് പിങ്ക് മുടിയാണ്. ഉടനെ ആ പണിയില്ലാത്ത അങ്ങനെ വിചാരിച്ച് ഞാൻ ആ പെണ്ണെ കയറി പിടിച്ചേന്ന്. പച്ചമുടിയുള്ള ഒരാളിവിടെ ഉണ്ട്. ഇതാരാ പിടിച്ചെന്നറിയാവോ? ആളിവിടത്തുണ്ട്. ഇത് പിടിച്ചാരാന്നറിയാവോ? നമ്മുടെ ഗ്യാങ്ങിലെ ലോലൻ. ലോലിന് പച്ചമുടിയാ? അല്ല, പിങ്ക് മുടി. പിങ്ക് മുടി. ലോലൻ. നീ ഈ ഗ്യാങ് എന്ത് കിണ്ടിയാണ് നോക്കി നടത്തുന്നത്? ഇതിനകത്തുള്ളവന്മാരെല്ലാം പെണ്ണുങ്ങളുടെ പുറയാ. നീ മാത്രം ഉണ്ടാ, നിനക്ക് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞ റെസ്പോൺസിബിലിറ്റി. അല്ല നിങ്ങൾ വലിയ കൗണ്ടർ അടിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട്. എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലൂ. അത് പെണ്ണിനെ പിടിക്കാന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറഞ്ഞോട്ട് ചോദിച്ചതാ ഞാൻ. നിങ്ങൾ കൂടുതൽ നമുക്ക് ബീച്ച് സൈഡിൽ പോയത്. ജോലിയപ്പാപ്പന്റെ വീടിന്റെ അവിടുത്തെ അതേ കടലാണ് ഇവിടെ ഉള്ളത്. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ വാസു, ഇത് 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 നമുക്ക് ഇങ്ങനത്തെ നമുക്ക് ഫ്രണ്ട് നടക്കുക സൗണ്ട് കേൾക്കുന്നില്ല. നമുക്ക് കടൽവെള്ളം പറ്റിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എങ്ങനെ സൗണ്ട് കേൾക്കും? ലോകത്തുള്ള എല്ലാ സൗണ്ട് എടുത്താലും ഇങ്ങനെ സംസാരിക്കുന്നേ. ഞാൻ ഒരു കാര്യം പറയട്ടെ ആശാനെ, ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള 50 ഏക്കർ കടലും എന്റെ തന്നെയാ. മനസ്സിലായി? കരടച്ച രസീതുണ്ട്. നമ്മുടെ കുടുംബമഹിമ പറയണത് പോലും ഈ സ്ഥലവും 50 ഏക്കർ കടലും അതാണ് നമ്മുടെ ആസ്തി പോലും. മനസ്സിലായ? ഫ്രണ്ടിലോട്ട് ആ വീടിനകത്ത് ഷെൽഫിനകത്ത് വെച്ചിരിക്കും. കരടച്ച രസീത് ആരെങ്കിലും പോക്കറ്റിൽ വെച്ചു കൊടുക്കുവോ? അത് ഉണ്ടായാ മതി. ഞാൻ ആരെങ്കിലും വന്ന് ചോദിച്ചല്ലേ. ഈ അസൂയാലുക്കൾ ഈ വയസ്സന്മാരൊക്കെ വന്നാണ് എന്റെ അടുത്തേക്ക് ഇതൊക്കെ ചോദിക്കുള്ളൂ. അല്ലാത്തൊന്നും ചോദിക്കാറില്ല. അവര് നോർമലി വന്ന് ഗ്യാങ് ഹൗസ് കണ്ട് സന്തോഷത്തോടെ പോകും. അസൂയാലുക്കളെ കാരണം ഇങ്ങനെയൊക്കെ ചോദിക്കണം. കേക്കാം. വാ, ഞാനിപ്പോ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതിനകത്ത് ഒന്നുമില്ല. എന്താ പറയാണ്, ഈ ജോക്കി രാപ്പകലില്ലാതെ ഇതിനകത്ത് കയറി അബ്നോർമൽ എന്തോ ആയി. അബ്നോർമൽ ഒന്നും അല്ല. ഈ ഗ്യാങ്ങിൽ ഏതോ ഒരുത്തൻ കയറി പെണ്ണിനെ പിടിച്ചതിനെ എന്നെ പിടിച്ചോണ്ട് പോയി. ഇതൊക്കെ എന്തുവാ ഇതൊക്കെ? നീ എന്ത് ഗ്യാങ് നടക്കുന്നത്? സത്യം ഫ്രണ്ട് വെച്ച് പിങ്ക് മുടിയുള്ള ആള് കയറി പിടിച്ചു ജോക്കിയുടെ മുഖത്ത് നോക്കി പറയാ. എടേ, ഒരാൾ മുടി വെച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കളഞ്ഞല്ലേ? നീ എന്ത് ഗ്യാങ് ആണെന്ന് നോക്കി നടത്തുന്നത് എനിക്ക് സീരിയസ്ലി ജോക്കി പീടി കത്തിക്കണോ? ഒരു വാക്ക് പറഞ്ഞ ഇപ്പൊ പീടി കത്തിക്കും. നീ കണക്ക് പെണ്ണുങ്ങളൊക്കെ കയറി പിടിച്ചിട്ട് ജോക്കിയെ കൊണ്ടുപോയത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നത്. നീ ആരോ കയറി പിടിച്ചിട്ട് ജോക്കിയെ മുടിയുടെ പേരിൽ കൊണ്ടുപോയത് പിങ്ക് മുടിയാന്ന് പറഞ്ഞ ജോക്കിയെ നീ ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ട് വന്നേ. ഇവിടെ ബീച്ച് സൈഡ് വന്നേ. ഓ ഇവിടെ ഇപ്പൊ വരും. അഴിവേറിയൊക്കെ ഉണ്ടല്ലോ. ഇന്ന് 90s RP കേട്ടോ. പിന്നെ ജോക്കി കടൽക്കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയ സ്ഥലം ഇതിലും നല്ലൊരു സ്ഥലം എവിടെ ജോക്കി? പറഞ്ഞു കഴിഞ്ഞാ വരുമോ? ലോലൻ ഇപ്പൊ വരുമോ? ലോലൻ വരും. പിന്നെ നമ്മൾ വിളിച്ചാൽ വരായിരിക്കുമോ? ആശാനെ കുത്തിരി അങ്ങനെ പല കാര്യങ്ങളൊക്കെ എനിക്ക് ജോണിയപ്പാപ്പന്റെ അടുത്ത് പറഞ്ഞു തരും കേട്ടോ. അമ്മുക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് വിളമ്പിക്കരുതേ ആശാനെ. ഈ മാറിയിരുന്ന് മറ്റേ കുശുമ്പോ ഗുണമേന്മയും പറയണത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ജോണി മാമനില്ലേ, ഇയാൾ ആട്ടുതോരിട്ട ചന്നായി. ആ ചെക്കനെ പൊരുത്തിയത് ഇയാളാണ്. ജോണി മാമൻ എന്താണ് ഇഷ്ടപ്പെടുന്നില്ല? ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ചെക്കനെന്ന് ഉദ്ദേശിച്ചത് ആരെയാണോ? 80-ൽ ജനിച്ച ജോക്കിയാണോ? കേൾക്കില്ല, അവിടെ കേൾക്കൂല കേട്ടോ എന്റെ സൗണ്ട്. അല്ലെങ്കിൽ പെട്ടിട്ട് വന്നതേ. നല്ല രീതി കേട്ടോ. നിന്റെ പേരെന്താ? വാസു. എന്റെ പേര് പരിന്തു വാസു. മറക്കും എനിക്ക്. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എണ്ണീപ്പിച്ച് നിങ്ങൾ മുന്നിൽ നിന്നാലും ഗർവാസി ദാശ എന്ന് പറഞ്ഞ് ചാടി കെട്ടിപ്പിടിക്കുക. അതാണ് വാസുവിന്റെ കമ്മിറ്റ്മെന്റ്. അതല്ല അത്രേ ഉള്ളൂ വാസു. അതല്ല അത്രേ തീരെ ഇഷ്ടല്ലാട്ടാ. ഞാൻ ഒരു മിനിറ്റ് ആശൻ ജസ്സി കൂടെ വന്നേ. ആശൻ ജസ്സി കൂടെ വന്നേ. ആശനെ അവിടെ പോരെ, താഴെ പോകും.
ജസ്റ്റ് മിസ് എന്റെ സൗണ്ട് എടാ വാസുവേ ഞാനൊരു കാര്യം പറയട്ടെ ജോണി മാമനെ വിശ്വസിക്കരുതടാ. അയാളുണ്ടല്ല കുപ്പ നടന്ന് കെടുത്തറക്കും. അയാളില്ല, അയാൾ ആട്ടും ദൂരിട്ട ചെയ്യാൻ തന്നെ എത്ര പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ ജോക്കിനെ വേഗം പറഞ്ഞു തീർക്കട്ടെ, ഇല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് നിനക്ക് പറയാൻ പറ്റില്ല. ഈ ജോക്കിനെ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിലാക്കിയതല്ല അയാൾ തന്നെയാണടാ. ഞാനിപ്പോ ആശാൻ പറഞ്ഞ അങ്ങോട്ട് പറയട്ടെ. ആ പറ. ഇതാണ് ഞാൻ ഇത്ര നേരം കേട്ടത് സത്യം പറഞ്ഞ. അതാ ഞാൻ പറയാം, ഈ ജോണി മാമനെ വിശ്വസിക്കരുത്. ജോണി മാമനെ വിശ്വസിക്കരുത്. അയാൾ ആട്ടും തോന്നിട്ട് ചെന്നായിന്ന് അയാളുണ്ടല്ല കൂടെ കൊണ്ടുവന്നിട്ട് അയാളെ പറ്റിക്കും. ആ ജോണിനെ അല്ല ജോക്കിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത് ഇയാളാണ്. ഇയാൾ ഒറ്റൊരുത്തനാണ്. ആണല്ലേ? പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എടാ അങ്ങോട്ട് ചെല്ലു. ജോണി ഇവരെന്ന് പറഞ്ഞ ഇപ്പം ഈ സിറ്റിയില് ഈ എല്ലാ ന്യൂസുകളും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഇവര് സിറ്റിയിലെ ഒരു ന്യൂസ് റീഡേഴ്സ് ആണ് ഇപ്പൊ സിറ്റിയിലെ. പ്രായതല്ലേ അവരെ, പ്രായതല്ലേ രണ്ടാളെയും. ഗർഭശാസ്ത്രത്തിന് എത്ര വയസ്സുണ്ട്? എനിക്ക് 28. 20 വർഷം മുമ്പത്തെ കാര്യങ്ങളെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എനിക്ക് 28 കറക്റ്റ്. എടാ നീ ഇല്ലേ ആ കൺമണിനെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 30 വയസ്സുണ്ട് അറിയാമോ? താര കൺമണി എലി അതിന്റെ ഇടക്ക് വന്നു പോയ 2-3 വേറെ നാണുണ്ടാടാ. എന്നിട്ട് 28 പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട്. എന്റെ ശരിക്കുള്ള പ്രായം ഇതൊക്കെ എന്റെ 24-ാമത്തെ വയസ്സിൽ നടന്ന കാര്യങ്ങളാണ്. മറ്റേ ചാക്ക് കീറിയിട്ട് പാന്റ് ഇട്ടിട്ട് നടക്കുന്നുണ്ടാണ്. ആ കൊടലെല്ലാം ഉന്തിട്ടതാ ഉള്ളോട്ട് എനിക്ക്. എല്ലാം കണ്ടില്ലേ സ്ലിം ഫിറ്റ് ഇപ്പോഴും. ആ വയറ്റത്ത് കിട്ടിയിരിക്കുന്ന 1 കിലോ ചാക്ക് ഇറക്കി വെക്കോ? അത് ഇറക്കാൻ പറ്റില്ല. അതാണ് ഈ കുപ്പായത്തിന്റെ കൂടെ വരുന്നത്. അത് കൊടവയർ കാണാൻ കാരണം സാമാനം കാണാൻ പറ്റുന്നില്ല, എന്നിട്ട് ഫിറ്റ്നസ് ആണോ? ഇങ്ങനെ കാണാൻ തോന്നുമ്പോ ഞാൻ ഉള്ളിലേക്ക് വലിക്കും. കാണാൻ തോന്നുമ്പോ ഉള്ളിലേക്ക് വലിക്കുന്നതാ. പിന്നല്ലാണ്ട് ഇപ്പോഴത്തെ പിള്ളേരെപ്പരെല്ലാം പിടിച്ചു നിക്കണ്ടേ നമുക്ക്. നമ്മുടെ കൂട്ടത്തില് പക്ഷെ ഈ ഒരു സെയിം ഇഷ്യൂ ചന്ദ്രബോസിന് ഫേസ് ചെയ്യേണ്ടി വന്നോണ്ട് അവൻ ജിമ്മിലൊക്കെ പോയി ഫിറ്റ്നസ് ഒക്കെ ആക്കി 6 പാക്ക് ആക്കി. എന്നിട്ടും സാധനം കാണുന്നില്ല. എവിടെയാ കാണാൻ ഓനുണ്ടല്ലേ കാണുന്നു. അതാണ് പ്രശ്നം. അതാണ് പക്ഷെ എനക്കങ്ങനല്ലട്ടാ. നീ അങ്ങനെ പറയല്ലേ. ഇതൊന്ന് സംസാരിക്കാൻ മനസ്സിൽ വെക്കണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നത് ഒരു ആണല്ല, അതൊരു പെണ്ണ, അതെന്റെ ചേച്ചിയാ. എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലത്തെ ഒരാളാണ്. ഞാനത് പറയാ നിങ്ങളുടെ അടുത്ത്. എനിക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത്. എന്താ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ കത്തിപ്പോയി മാറിക്കാനാ. കത്തിയാളടുത്തത് പെട്ടെന്ന് പറഞ്ഞില്ലേ കൂടുതൽ നാളും കത്തും. എടാ ഇത് വന്നടാ, ഞാൻ കുറച്ച് റഫായിട്ട് സംസാരിക്കട്ടെ. നീ എന്ത് പരിപാടിയല്ലോ നീ കാണിച്ചത്? ജോക്കി നിന്റെ മുടിയുടെ കളർ അതാന്ന് പറഞ്ഞ് ജോക്കിക്ക് സ്റ്റേഷനിൽ പോയി നിൽക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഹലോ നിന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കണല്ലോ. ഞാനൊരു കാർ എടുത്തേ. നീ പെണ്ണെ കയറി പിടിച്ചോ? പെണ്ണെ കയറി പിടിച്ചില്ല. തലോടിയോ? പിന്നെ എന്തിനാണ് ആ പെണ്ണ ഒരു പിങ്ക് തലമുടിയോടൊപ്പം കയറി പിടിച്ചെന്നും പറഞ്ഞിട്ട് എന്റെ പേര് പറഞ്ഞു കൊടുത്തേ? എന്നെ കാണുമ്പോ ഒരുമാതിരി ചിരിച്ചിട്ട് പിന്നെയാണ് നാട്ടുകാർ മൊത്തം പറയുന്നത് നിങ്ങളാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന്. കുട്ടിയെ പോന്ന് ചെറുതായിട്ട് പോയി. അപ്പൊ പിങ്ക് കൂടെയുള്ള ആളെ മാത്രം ഉറപ്പുള്ളത് പങ്കെടുക്കും. അതെ നാളെ തൊട്ടേ പിങ്ക് തലമുടി വേണ്ട കേട്ടോ. ഐഡന്റിറ്റി കുഴപ്പമില്ല. നാളെ തൊട്ട് പിങ്ക് വേണ്ട. ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ച് കുഴപ്പമുണ്ടോ? ഓറഞ്ച് സൈഡിൽ ചെറുതായിട്ട് പിങ്ക് അടിച്ചോ. ഇത് പിന്നെ പിങ്ക് കൊണ്ട് കിടക്കണ്ട.
അവന്റെ ഒക്കെ എടാ ഇനിയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അറിയാലോ ലോല. എന്ത് ഗ്യാങ് ആണ് നടത്തുന്നത്? എനിക്ക് മാത്രം സാർ പറഞ്ഞ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഒഴിച്ച് ബാക്കി ഗ്യാങ്ങിലെ എല്ലാണോ പെണ്ണുങ്ങളുടെ കൂടെ? എന്ത് ചെയ്യാനാ? ഞാനതൊക്കെ ഒഴിവാക്കി ഗ്യാങ്ങിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് മെമ്പേഴ്സ് ഇങ്ങനെ തുടങ്ങി എനിക്ക് എന്ത് ചെയ്യാൻ? നമ്മളിവിടെ അഘോരാരം പണിയെടുക്കുന്ന സമയത്ത് ഇവന്മാര് മറ്റേ എവിടുന്നേലും ആരെങ്കിലും പറ്റിച്ചോ കൊന്നിട്ടോ ഒക്കെ ഗ്രാൻഡിങ് പണി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം പെണ്ണുങ്ങളുടെ മലയിൽ കയറി കറക്കുവാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആവർത്തിക്കില്ല കേട്ടോ. മുടി ഈ ആശാൻ എന്തൊരു കുശു ഇങ്ങനെ ഇങ്ങനെ പഴയതുപോലെ തന്നെ അതുകൊണ്ട് തലയിലിരിക്കുന്നു. അല്ലാണ്ട് കുഴക്കില്ല. ഹലോ പറഞ്ഞോ. എന്ത് പറയാ? ഒന്നുമില്ല. കൊല പോലെ നിൽക്കാൻ പൊക്കൂടെ എവിടെ സംസാരിക്കാന്ന് പറഞ്ഞല്ലേ നമ്മ ഇങ്ങോട്ട് വന്നത്. ആശാനെ കേക്കാവോ? കേക്കാം. അച്ഛനെ എങ്ങനെയുണ്ട് ആശാനെ? അച്ഛനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലോയൽറ്റി പോയിന്റ്സ് 7248. ജാസു അതിന്റെ പേരെന്താന്ന്? പിന്നെ മറ്റേ ഇവനെ ടോക്കി ഇവിടെ പെരുന്നാളിന് വരണം കേട്ടാ നീ. ഏത് പെരുന്നാളിന്? ഇവിടെ മുതുക്ക് പെരുന്നാൾ അവിടെ നടുക്ക് കത്തിച്ചോക്കാൻ. അത് ഇത് കത്തിച്ച് വെച്ച ലൈറ്റ് ഒന്നും വേണ്ട. അങ്ങോട്ട് മാറി എന്നിട്ട് ഒരു മുടിയും വളർത്തിയിട്ടേ നിന്നാ മതി. യേശുവായിട്ടും ആരെ ഇത് വേണ്ട. കാരണം എന്ത് നടക്കുന്ന എന്തുവാ? പോരെ പോരെ അതത്ര പോരാ അല്ലേ? അത്ര പോരല്ലേ? നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അത്ര ഇതല്ലേ, ഭയങ്കര കിടലല്ലേ. ഞാൻ എന്താണെന്നറിയാമോ? ഞാൻ തിന്നുമായിരുന്നു. ഇതാ മീൻ പിടിക്കാൻ പോയിട്ട് വന്നോ തിരിച്ചു വന്ന്. ആശാന നമ്മുടെ കുടുംബത്തിൽ കുറെ പുതിയ പിള്ളേരൊക്കെ വന്നു. എല്ലാരെയും പരിചയമൊക്കെ പെട്ടായിരുന്നു ആശാൻ. ആരും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടില്ല. എടാ നമ്മുടെ എല്ലാരും ഒന്ന് ബാക്കിലോട്ട്. നിങ്ങൾ എന്തെങ്കിലും പരിപാടിയിലാണോ? ഇങ്ങോട്ടൊന്ന് വന്നേ. അപ്പൊ അത് ഡീൽ ചെയ്തു. കുഴപ്പമില്ല. എന്തിനാണ് കൊന്നത്? റീസൺ ഒന്ന് പറയോ? ഫ്രണ്ടിനെ കൊന്നാണോ? ഓക്കെ, കുഴപ്പമില്ല. ബ്ലൈൻഡ് ഓണർ MRC ഓണർ. സത്യം. പുതിയ ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരിയാണ് MRCയുടെ ശരിക്കുള്ള ഓണർ. ആ 3 അക്ഷരത്തിന്റെ റൈറ്റ് ഇവർക്കും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനുമാണ് ഇപ്പൊ കറന്റ് ആ റൈറ്റ് ഉള്ളത്. MRCയുടെ റിയൽ ഓണർഷിപ്പ് പുള്ളിയുടെ കയ്യിലാണ്, പുള്ളിക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരന്റെ പുള്ളിക്കാരുടെ, അതായത് അശ്വിചേട്ടന്റെ കയ്യിലും ജീന ചേച്ചിയാണ്. ഓ, രഹസ്യം പറയാനോ? ഓക്കെ ഓക്കെ. ഹീറ്റിംഗ് പീരീഡ് അല്ല, ഇടക്കിടക്ക് സൗണ്ട് ഉണ്ടാക്കണം. നിന്നോട് മാറിക്കാൻ പറഞ്ഞില്ല വാസൊന്നും. ജോലിയപ്പാപ്പനെ പറ്റി എന്തോ മൂഞ്ചിത്തരം പറയാനാണ് കേട്ടോ അത്. എന്നെ പിടിച്ച് അവിടെ മാറ്റി നിർത്തിട്ട് എന്റെ അടുത്ത് പറയാ. അതെ, എന്നെ പിടിച്ച് മാറ്റി നിർത്തിട്ട് പറയാ ഒരിക്കലും വിശ്വസിക്കരുത്, കണ്ണാടി വെച്ച കള്ളനാണെന്ന്. അത് ഞാൻ പണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചായിരുന്നു. അതിന്റെയാണ് അത് മനസ്സിൽ കിടപ്പുണ്ടോ ഇപ്പോഴും. എന്നുവെച്ചാ ഇപ്പഴും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാ ജോണിയപ്പാപ്പനാണ് ജോക്കി ഇട്ട് കൊടുത്തത് അവിടെ. അല്ലല്ല, അത് ചുമ്മാ പറയുന്നത് അല്ലേ? പക്ഷെ ഞാനതിൽ കൺവിൻസ് ആയി പോയി. ഞാൻ അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്തില്ല. ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഒന്ന് കോൾ എടുത്തോട്ടെ. ഹലോ, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത് പോവാട്ടാ. എന്ത് പറ്റിയണ്ണ ഒറ്റയ്ക്ക് ഇരിക്കുന്നു? നമ്മളോട് പറയണ്ട. എന്ത് പറ്റിണ്ട്? അവർക്കൊക്കെ എന്തൊക്കെയോ സംസാരിക്കാനുണ്ടാ. പറഞ്ഞത് എനിക്കങ്ങനെ ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുണ്ട്. സിറ്റിയിൽ ഇപ്പം നടക്കാൻ പറ്റുന്നതാണ്. മന്ദാരം വരെ 2 ഗേൾഫ്രണ്ട് ഒക്കെ ആയി. സത്യം. ഈ പെണ്ണേഷ്യ നമ്മളെന്തിനാ ചർച്ച ചെയ്യുന്നത്? സത്യം നമ്മളെ സിഗ്മയില് തന്നെ നമ്മൾക്ക് നിൽക്കുന്നിടത്തോളം കാലം ആ ഓറ ഉണ്ടല്ലോ, നമ്മളെ സിഗ്മയിൽ നിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ആ തല ചുറ്റുമുള്ള ഓറ ഇങ്ങനെ കൂടിക്കൊണ്ട് വരും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. 3-4 പെമ്പിള്ളേരെ കല്യാണം കഴിച്ചിട്ട് ഡിവോഴ്സ് ആക്കിയവനാന്ന് പറയുന്നത്. അഭിപ്രായം ചോദിച്ചാ താഴെ കുത്തിരി കുത്തിരി പണ്ടത്തെ അപ്പുകുട്ടി കിട്ടാത്ത അമ്മുകുട്ടിയെ കിട്ടാത്ത വിഷമം എന്റെ നെഞ്ചത്ത് തീർക്കല്ലേ.
അതല്ല, ഞാൻ പ്രേമിച്ച ഒറ്റ പെണ്ണേയല്ലോ അമ്മുക്കുട്ടി. അല്ലാണ്ട് കുട്ടനെയും പോലെ കണ്ടത് വീട് വെച്ച് പ്രേമിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അമ്മുക്കുട്ടി ഇഷ്ടമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 1 വർഷം റിലേഷൻഷിപ്പിലുമായിരുന്നു. മനസ്സിലായേ? അതെല്ലാം ഓള് ജീവിതത്തിൽ പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത നിമിഷങ്ങൾ അതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? നിന്നെ കണ്ടത് ഓളെ ജീവിതത്തിൽ നാശിച്ച സമയത്താണ്. ആണല്ലേ? എന്നോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ? എന്നോട് പറഞ്ഞത് പറഞ്ഞാൽ ഒരു കുടുംബജീവിതമായിട്ട് മോനും മക്കളും ഭർത്താവുമായിട്ട് ജീവിക്കുന്നതിനിടയ്ക്ക് ഒരു എച്ചി എപ്പോഴും നക്കി വന്ന് ഇങ്ങനെ പുറകെ നടക്കുമായിരുന്നു. എന്താണ് എന്റെ അടുത്ത് നിങ്ങളെ പറ്റി പറഞ്ഞത്? അതെന്തായാലും ഞാൻ ചെയ്തിട്ടില്ല. വൺസ് എന്റെ കൈവിട്ട് പോയി കാറിലെ കൊണ്ടുപോയതിനു ശേഷം ഞാൻ പുറകെ പോയിട്ടില്ല. എന്നോട് ഇതുവരെ ഓൾ അങ്ങനെ പറഞ്ഞില്ല. ഓൾ എന്നോടൊന്ന് പറഞ്ഞു തരാം, ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ജീവിക്കാനായിട്ട്. അമ്മുക്കുട്ടി എന്റെ നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞതാണ്. ഞാൻ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഈ ജന്മം പോയി, അടുത്ത ജന്മം വാസുവിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്റെ ജീവിതം. അണ്ണൻ ആർക്കും ഓള് പറഞ്ഞിട്ടുണ്ടാവുക, പറയുന്നില്ല എന്നാ പറഞ്ഞേന്ന്. പിള്ളേരില്ലോണ്ട് ഞാൻ പറയുന്നില്ല. ആശാനെ ഞാനൊരു കാര്യം പറയട്ടെ, എങ്ങനെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാർലോയുടെ കൂടെ സമാധാനത്തോടെ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയും ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് ചിലപ്പോ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം. മനസ്സിലായ? ഓൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞു പറ്റിക്കുന്ന ഒരുത്തല്ല ഓള്. ഓളുണ്ടല്ല, ഓളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സിറ്റിയിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരുത്തിയായിരുന്നു ഓള്. ഓളിപ്പോ പഠിക്കാൻ പോയിട്ടല്ലേ, ഓള് തിരിച്ചു വരും. തിരിച്ചു വരുമ്പോ ഇവിടെ കാർലോ മോനും ഒക്കെ ഉണ്ട്. സന്തോഷിക്കണ എന്തിനാ? വേറെ ഓള് മക്കളെല്ലാം ഉണ്ട് ഓന്. കാർലോയ്ക്കാ? പെണ്ണ് കിട്ടിയായിരുന്നു. അത് ശരിയാട്ടാ. കിട്ടണ്ടേ? എന്റെ പേര് അപ്പുക്കുട്ടനല്ല കിട്ടാണ്ടിരിക്കാൻ. ജോണിയപ്പ കാർലോക്ക് ഇപ്പൊ വേറെ പെണ്ണും കൊച്ചൊക്കെ ആയില്ലേ? അല്ല, അതൊരു റിലേഷൻ ഉണ്ട്. അപ്പൊ അമ്മുക്കുട്ടി തിരിച്ചു വരികയാണെങ്കിൽ സിംഗിൾ ആയിട്ടുള്ളത് ഞാനാണ്. അപ്പൊ താരപ്പോ ഏത് താര? നിങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ നാട്ടിലൊരു പെണ്ണ്. എടാ നീ അങ്ങനെ ഓണ ബാക്കിൽ ഇനി പോയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സകല പെമ്പിളറെ ഞാൻ ഇറക്കും. നീ ബാക്കിൽ നടന്നിട്ട് പിന്നെ ഞാൻ മറ്റേ വാക്ക് പറയുന്നില്ല ചെയ്ത പെമ്പിളറെല്ലാം ഒന്ന് ഞാൻ പറയാം. എന്തൊക്കെ ഇങ്ങനെ പറയുന്നേ? എനിക്കറിയാം, ഒരു ഗ്യാങ്ങിന്റെ ലീഡറാണ് സംസാരിക്കുന്നത്. ആലോചിക്കണേ ഒലിപ്പിച്ചാണ്ട് അതന്നെ. ഞാൻ ഒലിപ്പിച്ച എലിയുടെ പുറകെ മാത്രമാണ്. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബ്രേക്കപ്പ് പോയി. മനസ്സിലായോ? സിറ്റിയിൽ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കാത്ത ഇറക്കനാണ് നമ്മുടെ ഇറക്കൻ. ഏറ്റവും ലാസ്റ്റ് വന്ന് TKRP ആ സെർവർ കൂട്ടി അവനെ തള്ളക്കി വിളിച്ച് തിരിച്ച് ഇവിടെ വന്ന് പുതിയ സെർവർ പഴയ കഥ പറയണം. എന്റെ മൈൻഡ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട. പറ്റിയിട്ട് പക്ഷെ ഇവനെ പറ്റിയിട്ട് പറയുന്നത് പലതും കള്ളമാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ശരി, ഇപ്പൊ അങ്ങനെയായി. നിങ്ങൾക്ക് നിന്നെ പറ്റി പറഞ്ഞതോ ഇപ്പൊ ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു പറഞ്ഞതോ? എല്ലാവരും സൗണ്ട് വിട്ടുവിട്ടല്ലേ കേൾക്കുന്നേ? സൗണ്ടിനൊരു ഇതില്ലേ? അന്ന് നീ ശ്രദ്ധിച്ചോ? ഒന്ന് എനിക്ക് ഇനിയും വരുന്നുണ്ട്. തയ്ച്ചു വെച്ചിട്ടുണ്ട് ഒരാൾ. 2 കൈയും കുത്തിക്കാത്ത ബാക്കിൽ ഇരിക്കുന്ന ഒരാളുടെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമ്മാ സമാധാനത്തോടൊക്കെ പോകുന്ന കണ്ടിട്ട് പിടിക്കുന്നില്ലല്ലേ? ആ കണക്കാ. ഞാൻ ഈ സമാധാനമുള്ള ഒരാളാരെന്ന് അറിയാവാ, അത് ഞാനാ. ഇന്നൊരു സമാധാനം അടപ്പി കുറച്ച് നമുക്ക് ചുമ്മാ ഇവിടെ നിന്ന് ചെന്തയിലൊക്കെ സംസാരിച്ചിട്ട് പോകാൻ കേട്ടോ. ഞാൻ ഇന്നത് പറഞ്ഞിട്ട് പോകാൻ നമുക്ക് സംസാരിച്ചിട്ട് പോവാം. ഇവരുടെ കൂടെ 80s സെക്ഷനിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം എന്താണെന്ന്. ഇതെല്ലാം പുതിയ ഫാഷനാണ്. ഇതെല്ലാം അറിയണമെങ്കിൽ ഈ പ്രായത്തിൽ ഉണ്ടാവണം നിങ്ങൾക്ക്. ഇതെല്ലാം ഇതൊന്നും ഇല്ലാണ്ട് ഇതാ ഈ മറ്റേ ഈ പൂക്കള് ചർച്ച നമ്മളെ പ്രായത്തിലൊന്നും എത്താൻ വേണ്ടി നോക്കിയാലും എത്തില്ല. ഇങ്ങണ്ട് കള്ളക്കളവാ. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ പിന്നിലാണ്ട് എന്തോ ആശം പെണ്ണ് കിട്ടിയിട്ടുണ്ടോ? കേട്ടില്ല. എന്നിട്ടാണ് എന്റെ കമ്മലിന്റെ കാര്യം ചോദിച്ചത് മുമ്പേ. എന്റെ വലിയ പാളക്കമ്മലല്ല, എനിക്ക് മുന്റെ മുഖത്തിനായി ചേരുന്നില്ല. എന്റെ മുഖത്തിന് നല്ലോണം ചേരുന്നു. നല്ലപോലെ ചേരുന്നുണ്ട്. ആനയുടെ ചന്തയിൽ ഒരു ബക്ക് കിട്ടുമല്ലോടാ. എന്റെ റിങ് പോലത്തെയാണ് കേട്ടോ എന്റെ. ഇത് മറ്റേ വെള്ളത്തിൽ വീടഞ്ഞാൽ ഓനെ മറ്റേ 2x2 ഉപയോഗിക്കാം. അടുത്ത കൗണ്ടർ വരട്ടെ. അതെ, ചിരി ഇപ്പോഴും ഉണ്ട്. ഇയാളെ എന്തിനാ ഇപ്പഴേ പൊക്കി പിടിച്ചു നടക്കുന്നത്? ഇതെന്റെ വക്കീലാണ്. അത് ഏതോനാണെങ്കിലും ചിരിച്ചു കൊടുക്കുന്നേ. ചിരിയെ നിർത്തടാ.
തിരുവനന്തപുരത്തെ ചിരിക്കാന്ന് 2 ഈ വക്കീലിന്റെ ഉപകാരം എന്താണ് എന്ന് ചോദിച്ചു. ഗോഡ് ഫാദറിന്റെ കോമഡി നമ്മൾ പുതിയ പടം എടുക്കുന്നുണ്ട്, അതിന്റെ ലീഗല് കാര്യങ്ങൾ പുള്ളിയാ ചെയ്യുന്നത്. ആണല്ലേ? എന്ത് പടം? പിന്നെ നമ്മള് മറ്റേ ഇവിടെ ഒരു എന്ത് പടം അന്ന് എന്റെ അടുത്ത് മുതുക്കി വെച്ച് പറഞ്ഞു, എന്തോ ഷെഡിയിൽ പൊട്ടിത്തെറിച്ച് എന്തോ അങ്ങനത്തെ സാധനല്ലേ? അറിയാതെ വന്നു പോയതാ. മറ്റേ ഇതാണ് കാട്ടുപൂച്ചന്റെ കഥ. കാട്ടുപൂച്ചയുടെ കഥയാ? നിങ്ങൾ നിൽക്കില്ലേ? ഓ ഇരുന്നില്ലെങ്കിൽ ഞാൻ പറയണത് ജോക്കി പുള്ളിയുടെ അടുത്താണ്. ഇങ്ങനെ ഇരിക്കാതെ എങ്ങനെയാണ് നമ്മൾ കാര്യം പറഞ്ഞേ? ഇരിക്കത്തില്ലേ സൂട്ടിട്ട് കഴിഞ്ഞാൽ? സിറ്റിയിൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫുഡൊക്കെ ഉള്ള പുതിയ ഒരെണ്ണം. പോയി അവിടെ ഫുഡ് അടിച്ചിരുന്ന പേരറിഞ്ഞാലേ വരുള്ളൂ. തിന്നാൻ അകത്തോട്ട് തരുമ്പോ അങ്ങ് തിന്നാ മതി. അതല്ല ഈ ചെക്കനൊരു റെസ്റ്റോറന്റ് ഉണ്ട് കോയി. ആർക്ക്? കോയി കഫേ. കോയി കഫേ കോയി കഫേ അല്ലേ ഇത്? വേറെ പോയി തിന്നിട്ട് വരാം. ഫുഡ് എന്തോ ഫുഡ് കേട്ടില്ല. നിന്റെ വകയാണോ ഫുഡ്? ഓ ഞാൻ കാശ് കൊടുത്തോളാം. അല്ലെ എപ്പോഴേലും കാശ് കൊടുക്കുന്ന പോലെയാണല്ലോ വർത്താനം. ഒരു കഞ്ഞി പോലും മേടിച്ചു തന്നില്ല. 100 CR പോയി. 100 CR അല്ല പോയി. 100 അല്ല 10 പോയ. ലൈവ് പോയിട്ട് വിഷയത്തെ തെല്ലി മാറി യൂണിറ്റ് 10 100,000 10,000 മിസ്റ്റർ എക്സ് പ്ലീസ് കോൾ. സുബിനിലെ ഞാനില്ലേ സിനിമ എടുക്കുന്നുണ്ട്. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. അപ്പൊ അതില് നീയാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഓ അത് തീരുമാനിച്ചില്ല. ഞാൻ ഓർത്ത റോള് തരാന്നുള്ള സന്തോഷം കാര്യം വല്ലതും പറയാനായിരിക്കും അന്ന്. റോളിന്റെ മെയിൻ റോള് എനിക്കാണ് കാട്ടുപൂച്ചന്റെ. കാട്ടുപൂച്ചയായിട്ട് പറഞ്ഞ ഞാൻ ഇനി. അതെ എനിക്ക് അതിന് വേണ്ടുന്ന ട്രെയിനിങ് എല്ലാം തരും. ഇനി പൂച്ച എന്ന് വന്ന് ഇറങ്ങിയിട്ട് വേണം അടുത്ത പേരും കൂടി എന്തൊക്കെ കാണണം. ഇപ്പൊ തന്നെ ആവശ്യമായിട്ടും ഉള്ള പേരുകളല്ല എനിക്കുണ്ട്. മനസ്സിലായ ഈ കാട്ടുപൂച്ചയൊക്കെ ആയിട്ട് ഞാൻ ഇനി ഇങ്ങനെ കുടുങ്ങി വരാം. പൂച്ച ആയിട്ടില്ലെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അന്ന് പൂച്ച ഇറക്കണമല്ലേ? എത്ര ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് എത്രയാണ്? 30 CR ഒരു പടമൊക്കെ പിടിക്കാൻ പറ്റുമോ? പറ്റും. ആലോചിച്ചൊക്കെ നിർമ്മാണം പിരാന്ത് ബാസു അല്ല പരുന്ത് ബാസു പരുന്ത് ബാസു നിർമ്മാണം സത്യത്തിൽ ആ ഒരു ഒറ്റ ക്രെഡിറ്റിന് വേണ്ടി എനിക്കൊരു സിംഗിൾ റോൾ എങ്കിലും തരണം സിനിമയിൽ. അല്ലെങ്കിൽ എഡിറ്റിംഗ് ഞാൻ ചെയ്തോളാം. എനിക്കറിയാം. കാട്ടുപൂച്ച കാട്ടീന്ന് എടുത്തോണ്ട് വന്ന് വളർത്തുന്ന നാട്ടിലെ ആൾ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. കാട്ടുപൂച്ചയാണ് മെയിൻ റോൾ അതിന്റെ അകത്ത്. കാട്ടുപൂച്ച പറഞ്ഞ കഥ അതാണ് തീം പറയാം. തീം എന്താന്ന് പറയാം. നീ ഏതാടാ വാണമേ? നീ വാണിപ്പോ നമ്മൾ സംസാരിച്ചോളാം. ഇപ്പൊ ഓനെ കാണും വിട്ടല്ല. എനിക്കിങ്ങനെ നാവിങ്ങനെ ചൊറിഞ്ഞു വരും ആ ജന്തുവിനെ കാണുമ്പോ. അവരെ വലുതായിട്ട് വെറുപ്പിക്കരുത് കേട്ടാ, വെളിയിൽ ദുഃഖിക്കേണ്ടി വരുവേ. ഓനെ ഞാൻ അങ്ങ് വെറുപ്പിച്ച് കൊല്ലാതെ തന്നെ തീരുമാനിച്ചു ഞാൻ. ആണല്ലേ? അപ്പൊ സിനിമാറ്റിക്സിൽ വരാനും ഓനെ ചെയ്തു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പിന്നെ ഓനെ തുപ്പിയാട്ടവനാ. ഓക്കെ, ഈ കാട്ടുപൂച്ച നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വൈൽഡ് പൂസിയാവാ? അത് ആയി വരും. അത് വരില്ല. വൈൽഡ് കാട്ടുപൂച്ച. അങ്ങനെ അതെ കാട്ടുപൂച്ച തന്നെ. വാ അതെല്ലാം നമുക്ക് തീരുമാനിക്കാം. വാ ശ്രദ്ധിക്കണം. എന്താ നീ മെല്ലെ നടക്കരക്ക് നടന്നിട്ട് എത്തുന്നില്ല. നടന്നിട്ട് എത്തുന്നില്ല. വേണമെങ്കിൽ നല്ല അതിനകത്ത് എന്തെല്ലാം വരുമെന്ന് വെച്ചാല് നിർമ്മാണം, ഡയറക്ഷൻ, മറ്റേ എല്ലാ പേരും അതിന്റെ അകത്ത് ഇടാം. മെയിൻ ആക്ടർ എല്ലാം നീ തന്നെ വാസു. എല്ലാം വാസു എഴുതി കാണിക്കല്ലേ? സിനിമ എന്നത്തേക്ക് റെഡിയാവും? നമ്മളിപ്പോ ഇതാ കാസ്റ്റിംഗിന്റെ വിളിച്ചിട്ടുള്ളത്. ഇന്നിപ്പോ ഓഡിഷൻ ഉണ്ട്. ടിവിയിൽ എനിക്ക് തോന്നുന്നു പൂച്ചയായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു മുഖം ഇതൊക്കെ ഉള്ള ചന്ദ്രനാണ്. ഇതിപ്പോ അല്ല, മുഖത്ത് നമ്മളതെല്ലാം ചെയ്തു തരും. അതില് നമ്മള് അമേരിക്ക നല്ല ആളെ ഇറക്കുന്നുണ്ട്. ഓർക്കാണ് ഇത്രയും പേരെ മറ്റേ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. മറ്റേ കോസ്റ്റ്യൂമെല്ലാം. എന്നാ പിന്നെ കോസ്റ്റ്യൂം നിങ്ങൾക്ക് തന്നെ ഇട്ടൂടെ? അല്ല നമ്മളെ പറ്റില്ല. നമ്മള്
അങ്ങനെ വെച്ചാല് ജോൺ എന്ന് പറഞ്ഞ ഏത് രീതിയിലുള്ള പടമായിരിക്കും സെന്റിമെന്റ്സ് അതാണ് ത്രില്ലറാണ്. കാട്ടുപൂച്ച ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. ഒരു കാട്ടുപൂച്ച പറഞ്ഞ കഥ. നമ്മുടെ ത്രില്ലർ ആണല്ലേ? 2.5 മണിക്കൂറുണ്ട്. 2.5 മണിക്കൂർ. കാട്ടുപൂച്ച സംസാരിക്കണം പറഞ്ഞ കഥ. അപ്പൊ അണ്ണൻ പൂച്ചയെ പോലെ സംസാരിക്കണം. ഞാനിനി പൂച്ചയെ പോലെ സംസാരിക്കാണോ ഞാനിനി? അതല്ല വോയിസ്, അതല്ല ഇത്. നിങ്ങളെ മറ്റേ ഇത് കേട്ടിട്ടുണ്ടാ? ആരാ നിങ്ങളുടെ വർത്താനം പറയുന്നില്ലേ, അതുപോലെ തന്നെ മനുഷ്യന്മാരെ വർത്താനം തന്നെ നീ പറഞ്ഞാ മതി. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കണേ. മനുഷ്യന്മാര് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന കാട്ടുപൂച്ച. അപ്പൊ ഞാൻ ഈ പൈസ അഡ്വാൻസ് വന്നിട്ട് നിങ്ങൾ ഈ പടം ഇറക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നാരദനുണ്ടല്ലോ ഇടാൻ. 30 കോടിയാണ് ബഡ്ജറ്റ് ടോട്ടല്. അഡ്വാൻസ് 15 കോടി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവൻ 30 കോടി നമ്മൾ തരാന്ന് തന്നെ വെച്ചു. നിങ്ങൾ അത്യാവശ്യം കഥയെങ്കിലും നമ്മളെടുത്ത് പറയണ്ടേ? അതല്ലേ കഥ. ഞാൻ പറയട്ടെ, ഈ സിനിമാ നടന്മാരുടെ അടുത്ത് കഥ പറയാൻ വേണ്ടി നിങ്ങളൊരു വലിയ നടനാൻ പോകുന്ന വാസു, നിങ്ങളെ നാളെ ലോകം അറിയപ്പെടും. അങ്ങനെയുള്ള വാസുവിന്റെ അടുത്ത് കഥ പറയാൻ പറ്റും. കഥ ഞാൻ പറഞ്ഞുതരും. പക്ഷെ വാസു ആരാ ജോക്കിയും വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ല നമുക്ക് ജോണി അപ്പാപ്പനെ കൂടെ കഥ പറയണം. അയാൾ ഈ കുടുംബത്തിൽ ഇല്ലെന്നല്ല, അയാളൊന്ന് അത് അങ്ങനെ ഒരു വേർതിരിവ് നമുക്കില്ല ഇപ്പൊ, മനസ്സിലായ? അല്ല അനക്ക് ആ വേർതിരിവുണ്ട്. എന്താന്നറിയാമോ, ഇത് രണ്ടും ഇപ്പൊ ഒറ്റ കുടുംബമാ. നമ്മളില്ലേ നമുക്ക് ഒരിടത്തിരുന്ന കഥ കേൾക്കാം. എന്നാ പിന്നെ കഴിക്കാൻ പോകുന്നിടത്ത് കഴിക്കാണോ? കഥ റെഡിയല്ലേ? റെഡിയാണല്ലേ? ത്രെഡ് റെഡിയാ. ഓക്കെ, എന്നാ റെസ്റ്റോറന്റിൽ പോയി കഥ കേൾക്കാം. വാ. തോളത്തേരിക്കോ, നമുക്കൊരു കഥ കേൾക്കാം. തോളത്ത് കയറിക്കോ. എനിക്ക് എടുക്കാനൊന്നും അറിയത്തില്ല. ഞാൻ അടുത്തിട്ടുണ്ടോ? കയറിക്കോ. സീറ്റുണ്ട്. കേറ്. ഈ ചെടികൾക്കകത്ത് നമ്മൾ സിനിമ വണ്ടിക്കത് ആശാന്ന് വിളിച്ച വാക്കുകൊണ്ട് എന്നെ കൊണ്ട് കേക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കോഴിക്കപ്പേ. കോഴി കഫേ കൊള്ളാല്ലേ? ഭയങ്കര ഡിലേ ഉണ്ട്. ഒന്നിങ്ങോട്ട് വന്നാട്ടെ. കൊള്ളാലോ. ഇവിടെ കണ്ണു വെച്ച് നോക്കിയാൽ നമ്മുടെ മെനു കാണാം. കണ്ണു വെച്ച് നോക്കിയാ മനു കാണാം. മെനു. എടാ വാസു, നിനക്കൊരു കാര്യം അറിയാമോ? ഒന്നുമില്ല. ഒരു ഇതാണ്, ഈ അമ്മിഞ്ഞാന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലോട്ടൊക്കെ മനു എന്നാ പറയുന്നത്. മനുവാ? അതെന്താ അങ്ങനെ? അതെനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ സൈഡിലോട്ടൊക്കെ എങ്ങനെയാ പറയുന്നത്? പത്തനംതിട്ട സൈഡിലോട്ട് വന്ന് കാണത്തില്ല, ഇപ്പൊ വരുമായിരിക്കും. അതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താ ചോക്കി? പെട്ടെന്ന് ഇവിടെ ഞെക്കിയ മനു. രാമൻ 6,700. ഫേമസ് ഫുഡാണത്. അതൊരു ഫേമസ് ഡിഷാണ് രാമൻ. ഡ്രാഗൺ റോള്, ബാർബിക്യൂ റിബ്സ്, വെർജിൻ മൊജിറ്റോ. ഇത് റേറ്റ് 1 ലക്ഷം ആയിരുന്നു. ഇപ്പൊ കമ്മിയാക്കിയതാ. 1 ലക്ഷം കൊണ്ട് നമുക്ക് ലാഭമുള്ളൂ. ഈ വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ മറ്റേ നാരങ്ങ പിടിക്കുന്നത് നമുക്ക് നേർച്ചയൊന്നും ഇല്ല കേട്ടോ. ജോക്കി, ഞാൻ കോമഡി പറഞ്ഞായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ഹലോ, കേട്ടില്ല. ഒന്നൂടെ പറ ചിരിക്കാൻ. ഞാൻ പറഞ്ഞു വെർജിൻസിന് കുടിക്കാൻ പറ്റുന്ന മൊജിറ്റോ ആണോ? വെർജിൻ മൊജിറ്റോ. നമ്മുടെ സിറ്റിയില് ഒരു കാറിന്റെ വില 100 കോടി രൂപയാണ് സാർ. ഒരു കാറിന്റെ വില. മാച്ച് ആൻഡ് മിൽക്ക് ടീ. എനിക്ക് ബാർബിക്യൂ റിബ്സും വെർജിൻ മൊജിറ്റോയും. വിളിക്കുകയാണെങ്കിൽ രാമനെയും നല്ലൊരു പരിപാടിയാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ കിടില സ്ഥലം.
ലൈറ്റ് എല്ലാം ഉണ്ട് കേട്ടാ. നമുക്ക് റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഗിഫ്റ്റ്. എന്റെ അമ്മ ഇവിടെ ഇത് അണ്ണാ ഇതിനുള്ളിൽ കേറാൻ പറ്റും. ഇതിനുള്ളിൽ കേറി നമ്മൾ കറങ്ങുന്ന ടേബിൾ ഉണ്ട്. കറങ്ങുന്ന ടേബിളോ എവിടെ? ഇത് ഇരിക്കുന്നത് ഇപ്പൊ റെഡി ആക്കിയിട്ടില്ല. അത് റെഡി ആവും. എത്ര ഈ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ ഫുഡ് സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിലും ഫുഡ് പണിയെടുക്കും. അപ്പൊ ഇത് എടുക്കുമ്പോ ഇത് കറങ്ങി പൊക്കോണ്ടിരുന്നത് എങ്ങനെ എടുക്കും? അടുത്ത റൗണ്ട് വരുന്നു കൈവച്ച് അങ്ങനെയും ചെയ്യാം. അത് എന്തിനു വത്ത പിന്നെ കൈവച്ചല്ല എന്ത് വെച്ചിട്ട് ഫുഡ് എടുക്കണത്? ചോപ്സ്റ്റിക്സ്. നിങ്ങൾ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാം ഇതുപോലെ കളിയാക്കി പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണോ? സീരിയസ് ആയി പറഞ്ഞാണ്. ഓക്കെ കൈവച്ചെന്ന് മറ്റേ പറയാൻ ചോപ്സ്റ്റിക് വെച്ചെടുക്കണത് അബ്യൂസ് അല്ലായിരുന്നു എനിക്ക്. ജോക്കി ഇത് സ്റ്റാഫിനെ പണിക്കിപ്പോയേ പിണങ്ങിപ്പോയല്ലേ ഞാൻ ജസ്റ്റ് ഇത് നോക്കുക. ഫുഡ് തരട്ടെ. നമ്മൾ എവിടെ ഇരിക്കും? കഞ്ഞിയെല്ലാം കിട്ടും. മുടയടിക്കഞ്ഞാ ഇവിടെ ആശാനെ കൊണ്ടുവന്നേ. ടേബിളെല്ലാം ഉണ്ട്. ആശാനെ ഈ കറങ്ങുന്ന ടേബിളിൽ നിന്ന് ഫുഡ് എങ്ങനെ എടുക്കും? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ശരിയാന്ന്. ഇവിടെ മറ്റേ സാധനം ഇട്ട് കോലുണ്ട്, കുത്തിയെടുക്കാം. കൈവച്ചെടുക്കണം. എന്തോടാ ഇത് ഇവിടെ? സൂപ്പർ ആയിട്ടില്ല, അടിപൊളിയായിട്ടില്ലേ? കഥ കേക്കണ്ടേ വാസു? എവിടെ ഇരിക്കണ്ടേ? വാസുവേ നീ ഇങ്ങോട്ട് വന്നിട്ടൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ടോ വാസുവേ, പറഞ്ഞ കോമഡിക്ക് ഞാൻ ചിരിക്കണേനാ. അങ്ങനെയാണെങ്കിൽ നീ അഭിനയിക്കുക. ജോക്കി വിളിച്ചോണ്ട് പോയിട്ട് ഒന്നുകൂടെ ഇറക്കിയാ ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അല്ല നീ അത് പറ, ഞാൻ ചിരിച്ച് സപ്പോർട്ട് ചെയ്യാം. അവന്റെ ഓമ്പിക്കാനാണെന്ന് എനിക്ക് നല്ല അറിയാം. ഇല്ല ഞാൻ ചിരിക്കും. നീ എനിക്കൊന്ന് മറ്റേ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നീ അഭിനയിച്ചാൽ മതി. കാട്ടുപൂച്ചയായിട്ട് ഞാൻ ചിരിക്കാൻ. നീ ഒന്നുകൂടി പറഞ്ഞോ. ഞാനേറ്റ് ഉറപ്പാണേ? സത്യം. ഞാൻ അവിടെ എത്തട്ടെ പറയില്ലേ. നോക്കിയാട്ടെ വിളിയാന്നല്ലേ. ജോഗി ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന വിളിക്കണ്ടേ? ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന ഇതിൽ നിന്ന് എങ്ങനെ ഫുഡ് എടുക്കും? കൈ വെച്ചെടുക്കും. ഞങ്ങളെ പ്രശ്നല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്താ പറയാൻ പറ, കേക്കട്ടെ. വിഷമിക്കല്ലേ? ഞാൻ മാത്രത്തോട് സംസാരിക്കട്ടെ. ഒന്ന് മാറിക്ക്. എന്താ ഓനല്ലേ ഇത് പറഞ്ഞേ? ചെയ്യണ്ടേ? അത് എന്റെ ഡയലോഗ് അല്ലായിരുന്നു അത്. അതെ, അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്ന്. ഓനല്ലേ പറഞ്ഞു. ഓന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ സിനിമയില്. അതുകൊണ്ടാ ഞാൻ ചിരിക്കാണ്ടെന്ന്. താറ്റായിരുന്നാ? അത് എന്റെ ഡയലോഗ് അല്ലേ, ശരിക്കും ഞാനല്ലേ അത് പറയണ്ടേ? അതെ, അതിപ്പോ ഓൻ പറഞ്ഞോണ്ട് ഇനി ഓനെ താറ്റണ ഞാൻ. വേണ്ട, നീ പറഞ്ഞ ഞാൻ ചെയ്യും. കാരണം നീ എന്റെ സിനിമയുടെ പ്രൊഡ്യൂസർ. ചെയ്യണ? വേണ്ട, അത് കഥ കേക്കട്ടെ. നീ അഭിനയിക്കണേ. അതാണ് മറ്റേ ഡ്രിങ്ക്സിനൊക്കെ പറ്റുന്നില്ലേ? വെള്ളം പറയട്ടെ. അതും കൂടി ഒരുപാട് കഞ്ഞിയാക്കല്ലേ എന്റെ. അല്ല അച്ഛന്റെ കഥ എടുക്കണ്ടേ? നമുക്ക് ഇവിടെ എടുക്കാം. അല്ല ആദ്യം നീ വാസുവിന് നല്ല ഉപ്പിട്ട കഞ്ഞിന്റെ വെള്ളം എടുത്താട്ടെ. നമുക്ക് അകത്തോട്ടിരിക്കാൻ ജോക്കി വാ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങോട്ടൊന്ന് വാടാ. ജോക്കി വാ. ഇങ്ങോട്ടോ. അപ്പുക്കുട്ടനെ വിളിച്ചോ? അപ്പുക്കുട്ടനെ ഈ തോട്ടിലൊന്നും പിടിക്കരുത്. തമാശല്ല. കറണ്ട് പോയതാ. എന്താ രസം എന്നെ കാണാൻ വേണ്ടി നോക്കിയാട്ടെ. മുന്നിലിറക്കി ടോർച്ചയച്ച് നേരത്തെ ഇവരുടെ സൗണ്ട് കേൾക്കണം, ഒന്നും കേൾക്കണില്ല ജോക്കി. അല്ല നേരത്തെ അവിടെ ഫുഡ് എങ്ങനെ എടുക്കുമെന്ന് ചോദിച്ചില്ലേ?
അതെന്തായിരുന്നു സംഭവം? അത് ശരി തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. എങ്ങനെ? അല്ല പന്തലം കാണുമ്പോ പറഞ്ഞത് ആ പരസ്യത്തില് എന്തുവാടാ? എടാ ഇവനെ നോക്കണം, ദദ്ദുവിനെ പോലില്ല ഇവനെ കാണാൻ. വഞ്ഞാവ് വഞ്ഞാവ് എന്തുവാ എന്റെ വഞ്ഞാവ്. ആശാനെ നിങ്ങക്ക്? എടാ സെൻട്രൽ ഫ്രഷിന്റെ പരസ്യമില്ലടാ ദദ്ദു. ആ കൊരങ്ങിനെ പോലില്ല ഇവരെ കാണാൻ, ആ പന്ത് പിടിച്ചിട്ട് വേണ്ടിട്ട്. നമ്മുടെ ഗ്യാങ്ങിലെ മെസ്ബോയ് ഇല്ലേ? എടാ, എടാ, ആ അല്ല, പന്ത് ഞാൻ എടാ, ദൈവമേ. ഈ നാല് തന്നെ മീശക്ക് പുറത്ത് കാലിക്കത്ത്. വൈകി പിടിക്കുക. എടാ വാസു, ഒരു കാര്യം ചെയ്യട്ടെ? എടാ മറ്റേ മേശപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ എടുക്കുന്ന എന്തൊരു സംഭവം ഇത്? എന്റെ പൊന്നു ചോക്കി ഒന്ന് നിർത്തിയാട്ട് വെക്കായിരുന്നു. കിട്ടുന്ന ആള് എടുക്കണം. ഇപ്പം പറയേണ്ടതാ അത്. വാ 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 നമുക്ക് ഇവിടെ ഇരിക്കാം, വാ. എല്ലാം നശിപ്പിച്ചിട്ട് സമാധാനമില്ലേ നിനക്ക്? അല്ല അത് ഫുഡ് തരണ. എടാ ഹാരി ഫുഡ് എടുക്കടാ. യു ആർ നോട്ട് അലൗഡ് ടു ട്രിഗർ സേഫ് സോൺ. സേഫ് സോൺ മാറിയില്ലേ? മറ്റേ സേഫ് സോൺ ആയിരിക്കുമല്ലേ? ഫ്ലാഷ് അടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. കണ്ണ് കാണാവോ? കണ്ടാ ജോക്കിയെടുത്തൊന്ന് വന്നിരിക്കാൻ പറയാം ഇവരടുത്ത്. കഥ പറയണ്ടേ? ആസു പിന്നെ ജോക്കി വിളിക്കുന്നുണ്ട്. മരിക്കൂല ഇയാൾക്ക് ഇരുട്ടത്ത് കാണാൻ. എന്തൊരു ആ ജോക്കി മറ്റേത് ഒന്നും കൂടെ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് ആശാനും ബാ. ചോദിക്ക്. എന്താ ജോക്കി? നേരത്തെ ആശാൻ ഇപ്പൊ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ചോദിക്ക്. ജോക്കി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിൽ എങ്ങനെ നമ്മള് ഫുഡ് എടുക്കും? അറിയത്തില്ല. കൈ വെച്ചെടുക്കണം. കൈ എന്തെടുത്തോണ്ടിരിക്കുന്നു? കയ്യോ? ചുമ്മാ ഗ്യാങ്ങിന്റെ ലീഡറായിട്ട് നിൽക്കുന്നത് എങ്ങനെ? അന്റെ സിനിമേന്റെ പൂച്ച കാട്ടുപൂച്ചയായിട്ട് അഭിനയിക്കാൻ പോകുന്നില്ലേ? കഥയിൽ ആദ്യം ഇമ്പ്രസീവ് ആണ്, അതാലേ പറ്റത്തുള്ളേ. നമുക്ക് പറ്റത്തുള്ളൂ, പൈസ എടുത്തുള്ളൂ. ഗ്യാങ്ങിന്റെ ഫണ്ടാണ്. ജോക്കി ഇപ്പൊ ഞാൻ ആരായി? ജോലിയപ്പോ കഥയൊക്കെ വാ, കഥയൊക്കെ കഥ 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 വാ വാ വാ. ഏതാ സ്ഥലത്തിരിക്കേണ്ടത് നമ്മള്? ദാ ഇവിടെ ഇരിക്കാം വാ വാ. അർദ്ധചന്ദ്രൻ ഇതാ നല്ലത്. ഇങ്ങോട്ടിരുന്നോളൂ. എന്താ പേരെന്താ? അതാ അയ്യോ സോറിയേ ഇവിടുത്തെ മാനേജർ. ഇവിടെ ഇരുന്നോ. അതെ. എങ്ങനെ ഇരിക്കുന്നത് നിങ്ങളെല്ലാം? ജയമസൻ അങ്ങോട്ട് നോക്കിയിട്ട് ജയമസൻ ആണ് പറഞ്ഞത്. ചനക്കൊന്നും വരുന്നില്ല. നേരെ നോക്കി നിൽക്കും മനുഷ്യ, എന്റെ കിണ്ടി നോക്കി നിൽക്കാതെ. അല്ല അയ്യായിരിക്കും അല്ല ഷൗട്ട് ഇടണേ ആശാനെ. ഷൗട്ട് എന്റെ മറ്റേ പ്ലസ് എച്ച് അല്ല, എസ്കേപ്പിന് താഴെയുള്ള എസ്കേപ്പിന് താഴെയുള്ള എസ്കേപ്പില്ലേ, എസ്കേപ്പ് അതിന് താഴെയുള്ള എസ്കേപ്പിന്റെ ടാബിലിട്ട് ആവല്ലേ? സൂപ്പർ. ജോണി പാപ്പ ഇങ്ങോട്ടൊന്നും വാ. ജോണി പാപ്പ ഫുഡ് കിട്ടില്ല. ഞാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? രാമനും സീതയാ? അല്ല അയ്യോ അല്ല, ബാർബിക്യൂവും അല്ല റിബ്സും വെർജിൻ മൊജിറ്റോയും. ഞാൻ രാമനും മുറിച്ചിട്ടോയി. അപ്പം കഥ കേൾക്കാം നമുക്ക്. ആശാനെ ഓർഡർ ചെയ്യുന്നേ. ജോണി പാപ്പ ഓർഡർ ചെയ്. മറ്റേ രാമനും മച്ച മിൽറ്റി നരേന്ദ്ര ഇത് പ്ലേറ്റ് ചെയ്യുന്നതും കഴിക്കണ്ടേ? ഇത് ചുമ്മാ നമുക്ക് കഥ കേൾക്കാം. എന്തെങ്കിലും നല്ലത് ചെയ്യുമ്പോഴായിരിക്കും. ആശാനെ കാട്ടുപൂച്ചയുടെ കഥ അങ്ങോട്ട് പറഞ്ഞു. ആശാനെ കഥ അതായത് ഈ കാട്ടുപൂച്ച എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ മെയിൻ കഥാപാത്രം. ഈ കാട്ടുപൂച്ച നാട്ടിൽ നിന്ന് ഇങ്ങനെ വരും, അല്ല കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമെന്ന്. അപ്പൊ അത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ കാട്ടിൽ ഇങ്ങനെ പുറത്തേക്ക് വന്ന് അതല്ല വലിയൊരു ഇതായിട്ട് വരും. അതിന്റെ ത്രെഡ് മാത്രം പറയാൻ ഞാൻ ഇങ്ങനെ. അപ്പൊ അതിങ്ങനെ വന്ന് പൂച്ചയായിട്ട് ഇവനാണ് അഭിനയിക്കണ്ടേ? പൂച്ചായിട്ട് ഇവൻ എന്നാണ് മെയിൻ കഥാപാത്രം. നോക്കട്ടെ ഒരു മിനിറ്റ്.
പൂച്ചയാ നീയാ? വെറും പൂച്ചയല്ല, കാട്ടുപൂച്ചയാണ്. നല്ല ശൗര്യം ഉണ്ടാവും, ശൗര്യം. ബാക്കി പിന്നെ ചിരിക്കാം. നാരദാ, അപ്പൊ ബാക്കി നാരദം പറയും. 30 കോടി മേടിച്ച് കടിക്കുന്ന പൂച്ച കേട്ടോ. അല്ലാതെ ഇത് കടിക്കൊന്നുമില്ല, ഇത് മാന്തൂല്ല, കടിക്കൂല, ഒന്നും ചെയ്യില്ല. സാധു പിന്നെ ശൗര്യം ഉണ്ടെന്ന് പറഞ്ഞതോ? ഇതിനെ കാണുമ്പോ തന്നെ ഇതിനെല്ലാം ശൗര്യം എന്ന് പറഞ്ഞാൽ ആ മുഖത്തുള്ള തീക്ഷ്ണത ഉണ്ടാവും മുഖത്ത്. കാട്ടുപൂച്ചനെ ആ ഒരു തീക്ഷ്ണതയില്ലേ, അതന്നെ അതുണ്ടാവും മുഖത്ത്. അപ്പൊ ഈ കാട്ടുപൂച്ച ഈ പെമ്പിളർക്കെല്ലാം പിന്നെ കാട്ടുപൂച്ചേനി നായ്ക്കളി പൂച്ചേനി പട്ടികളെല്ലാം ഭയങ്കര ഇഷ്ടാന്നല്ല. അപ്പൊ ഇങ്ങനെ ഈ പൂച്ച ഒരു ദിവസം കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 4 പെമ്പിള്ളർ ഉണ്ടാക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ കാട്ടില് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടാവും. അപ്പൊ അന്നേരം അല്ല ഈ പെമ്പിള്ളറെല്ലാം നല്ല സുന്ദരി പെമ്പിള്ളറാണ്. അല്ല നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പെമ്പിള്ളറ. അപ്പൊ ഈ പെമ്പിള്ളർ ഈ പൂച്ചനെ എടുത്തിട്ട് നാട്ടിലേക്കും അങ്ങനെ ഈ പൂച്ചനെ സ്നേഹിക്കാനും കൊക്കാനും ലാളിക്കാനെല്ലാം ആളായി അതുകൊണ്ട് ഈ പൂച്ചക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഇവരെ കൂട്ടത്തില് ഒരാള് മരിക്കുന്നത്. അവിടെ തുടങ്ങും നമ്മളെ ത്രില്ലർ. ആടുന്ന് മുതൽ അങ്ങോട്ട് ഫുള്ള് സസ്പെൻസ് ത്രില്ലറാണ് അങ്ങോട്ട് കഥ പോകുന്നത്. കാരണം ഈ കാട്ടുപൂച്ചാണ് ഈ കൊല്ലുന്ന കാണുന്നത്. അതെ അതെ, ഐ വിറ്റ്നസ്. കാരണം ഈ പെണ്ണുങ്ങളെല്ലാം മറ്റേ ഇളികൾ പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്. എന്ത് പരിപാടി? ഇളികള് മറ്റേ നിയമവിരുദ്ധമായിട്ട് ഇല്ലീഗൽ. ഇംഗ്ലീഷ് എന്ത് ഇല്ലീഗൽ പരിപാടിയാണ് അവർ ചെയ്യുന്നത്? മലയാളം കേരള സിലബസ് ആണ്. അതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഇല്ല അതൊന്നുമില്ല, അത് പ്രകൃതി വിരുദ്ധമായി ഇപ്പൊ. നല്ല പാലെല്ലാം ഉണ്ട്, അതുകൊണ്ട് പേടിക്കണം. നല്ല പാലെല്ലാം പൂച്ച. അതല്ല നീ പൂച്ച എന്നുള്ള കാര്യം മറന്നുപോയി. കാട്ടുപൂച്ചായ നിങ്ങ ഇത് തെളിയിക്കുന്നേ. കാട്ടുപൂച്ചയെ ഞാൻ ഈ കേസ് തെളിയിക്കണം. അല്ല അവൻ തന്നെ അത് സംസാരിക്കോ മനുഷ്യന്മാരെ പോലെ പൂച്ചയുടെ വേഷം കിട്ടി പറഞ്ഞത് സംസാരിക്കുന്നു. നീ കാത്തു കണ്ടിനാ? ഞാൻ കാത്തു കണ്ടടാ. പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു. എന്നോട് ഇഷ്ടം കൂടാൻ അതേപോലെ തന്നെ എന്നോട് ഇഷ്ടം കൂടാന്ന് പറയില്ലേ, അതേപോലെ തന്നെ ഇവനോട് ഇഷ്ടം കൂടുന്ന ആൾക്കാരാണ് എല്ലാരും. കാരണം ഇവൻ അത്ര ക്യൂട്ടാണ്. ക്യൂട്ടുപൂച്ചയാണ്. അപ്പൊ ഞാൻ മനുഷ്യനായാലും ഇതായിട്ട് അഭിനയിച്ചാൽ രണ്ടായിട്ടിൽ ഞാൻ ക്യൂട്ടാണ്, മനസ്സിലായോ? ആ ക്യൂട്ട്നെസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? ഓക്കെ, അപ്പൊ അതെനിക്ക് ഈസി ആയിരിക്കും. കാരണം ഓൾറെഡി മനുഷ്യനായിട്ടിരിക്കുമ്പോഴേ ഞാൻ ക്യൂട്ടായോണ്ടേ. അതെ അതെ അതെ. ജോക്കിക്ക് എന്തെങ്കിലും ഇതിനകത്ത് റോള് വേണമെങ്കിൽ നമ്മൾ കൊടുക്കാം. എനിക്ക് ഒരു താല്പര്യമില്ല. ബാക്കി കഥ പറഞ്ഞേ. ഇവനാണ് ഇത് കാണുന്നത്, ക്രൈം കാണുന്നത് ഇവനാണ്. ഇവൻ ഇത് കണ്ടത് കൊണ്ട് ഈ പൂച്ച സംസാരിക്കുകയും ചെയ്യുന്നോണ്ട് ഈ ബാക്കിയുള്ള 3 പെമ്പിള്ളേർ എന്താക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവനെ വേട്ടയാടാൻ വേണ്ടി നടക്കും. വേട്ടയാടാൻ വേണ്ടി നടക്കും. അപ്പൊ ഇവൻ എന്താക്കും? ഇവന് ഭയങ്കര ബുദ്ധിയുള്ള പൂച്ച ഇവൻ എന്താക്കുന്നറിയോ? ഓരോ കൈമെന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നതും പിന്നെ ബാക്കി ആടെ എന്നിട്ട് ഇവൻ എന്താക്കുന്നറിയാവോ? ഇവന്റെ മറ്റേ പൂച്ചനെ കൊണ്ട് തലയിലാക്കി വെക്കും. അതായത് പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയുമ്പോ നിങ്ങൾക്ക് സ്ട്രോങ് എവിഡൻസ് വേണ്ടേ? അത് പറയാൻ വേണ്ടിട്ട് ഇവൻ സോഫേന്റെ അടിയിലെല്ലാം കലയാക്കി വെക്കും. പിന്നെ സോഫേന്റെ കാലിൽ ഒരു കഷ്ണം കടിച്ചെല്ലാം വെക്കും. ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്, ഇവനാന്ന് അത് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, ഇങ്ങനെയാന്ന് സാറേ, ഇങ്ങനെയുണ്ട് ഒരു കാര്യം പറയും. അത് ഓൻ ഇടക്കിടക്ക് വരും. മാമന്റെ കൂടെ നടന്നിട്ട് കിട്ടിയതാണ്. ക്ഷമിക്കണം. പൂച്ച മാന്തിയൊക്കെ വെക്കണം, അതെന്താ എനിക്ക് മനസ്സിലായില്ല. പൂച്ച മാന്തി വെക്കുന്നല്ല, പെണ്ണുങ്ങൾ ഇവരെ കൊണ്ട് മാന്തി വെപ്പിക്കൂ. അല്ല, പൂച്ച മാന്തു. സാധാരണ എന്റെ പൊന്നാശാനെ സാധാരണ അപ്പി ഇടുമ്പോഴാണ് മാന്തുന്നേ. ഇതിന് കാര്യമുണ്ട്. എന്തിനാ മാന്തുന്ന ചോദിച്ചിട്ട് അതാണ് സസ്പെൻസ്. അതായത് ഇവൻ നേരെ പോലീസിന്റെ അടുത്ത് പോയിട്ട് പറയും, ആടെ ഒരു കൊല നടന്നിട്ടുണ്ട്, കൊന്നത് ഇതാന്ന് പറയും. എന്നിട്ട് പോലീസ് പറയും, പൂച്ച പറയും പിന്നെ നമ്മളെ വീട്ടിൽ ഞാൻ കാണിച്ചത് ആ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നുള്ള തെളിവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പൂച്ച പോലീസിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൂച്ച മാന്തിയതോ ആക്കിയതെല്ലാം കാണിച്ചു കൊടുക്കും. സോറി സോറി. എന്നിട്ട് ഈ അതാണ് ആ പൂച്ചയാന്ന് വെച്ച് തെളിയിക്കുന്ന കഥ. അതിന്റെ അത് കുറെ സസ്പെൻസും ത്രില്ലറും ടേണും എല്ലാം ഉണ്ട്. ഈ കഥയാണെങ്കില്
ഇപ്പൊ നീ ഇരിക്കുന്ന നമ്മള് 4 പേര് പോലും തിയേറ്ററിൽ വരില്ല, കാരണം ഇവർ ഓൾറെഡി കഥ കേട്ട് വെറുത്ത് കഴിഞ്ഞ്. അഭിനയിച്ച് തകർക്കാൻ പറ്റിയ സാധനം ഉണ്ട്. എന്ത് കാലൊക്കെ മൂത്രം ഒഴിക്കുന്ന സീനാ. അല്ലല്ല, ഇതിൽ ഈ ക്രൈം നടക്കുന്നത് തന്നെ ഇവർക്ക് ഭയങ്കര അതായത് ഈ പൂച്ച ഫുള്ള് ഡിപ്രഷൻ ആവും. അതായത് പൂച്ച നിങ്ങൾക്ക് ഈ മത്തിത്തല പിടിച്ച് കടിച്ച് നടക്കാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കൂല. അതിൽ വിഷമത്തോടെ നമ്മൾ കാണിക്കാം. അപ്പൊ അതില് നിങ്ങളെ നടിപ്പിൻ നായകൻ എന്നുള്ള സാധനം കേറി വരും. നായകനെ നീ കാണിക്കേണ്ടത് കാര്യം ചെയ്യൂലേ? ഒരു മിനിറ്റ്, നീ ഒന്ന് മുഖത്ത് ശൗര്യം കാണിച്ചാട്ടെ വാസു. ഞാൻ ആദ്യം ഇത് മാറ്റട്ടെ. ശൗര്യമല്ലേ? ഒരു മിനിറ്റ്. ഇത് ഏകദേശം എല്ലാം ഓക്കെയാണ്. ശൗര്യ കാണിക്കുന്നത് കുറച്ചുകൂടെ തീഷ്ണത കൊണ്ടുവരാം. തീഷ്ണത എടുക്കാം കുറച്ചുകൂടെ. ഇതന്നെ നമുക്ക് വേണ്ടത്. അതെ അതെ, ഇതാണ് നമ്മള് പറഞ്ഞ നടൻ. വേണമെങ്കിൽ മറ്റേ ഈ കൊല്ലുന്ന സീൻ കാണുമ്പോൾ നമ്മൾ ഷോക്ക് ആവൂലേ പെട്ടെന്ന്. അഭിനയിക്കാനുള്ള കഴിവുണ്ടടാ. കൊല്ലുന്നു, അയ്യോ. ആ കേട്ടാ. ഡയലോഗ് ഇത് ആദ്യത്തെ കാട്ടുപൂച്ചയുടെ ഇൻട്രോ സീൻ ഇല്ലേ? കാട്ടുപൂച്ച ഇൻട്രോ നമ്മള് സമാധാനമായിട്ട് കാട്ടിക്കൂടെ ജോയ്ഫുൾ ആയിട്ട് പോകുന്ന സമയത്ത് കണ്ടോ? മെയിൻ ആക്ടറും പ്രൊഡ്യൂസറും ഇത് വേറെ ഇതിന്റെ അടുത്തൊരു അതിന്റെ ഇടയ്ക്ക് സമ്മതിക്കൂല. ഇതിപ്പോ നീ ആ ഒരു മുഖം വെച്ചോ, ഇതിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വരുന്നത്. അതായത് ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ കാട്ടുപൂച്ച. കാട്ടുപൂച്ച എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ളവർ വിചാരിക്കും ഇത് ഭയങ്കര പ്രശ്നമുള്ള പൂച്ചയാണ്. പക്ഷെ ഇത് ഭയങ്കര ഇവനെ കണ്ടാൽ എല്ലാരും എടുത്ത് കഞ്ചിക്കാൻ തോന്നും. നിന്നെ പറ്റി പൊക്കി എടുക്കുന്നതല്ലേ ഇതിന്റെ അകത്ത്. അതുപോലെ നിങ്ങൾ പറഞ്ഞ സീൻ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മള് ടയർഡായി രാത്രിയില് എന്ന് വെച്ചാൽ പൂച്ചയെ ഇവരോട്ട് ഓടിക്കുമല്ലോ പിടിക്കാൻ വേണ്ടി ഓടിച്ച് ടയർഡാകുന്ന സമയത്ത് രാത്രിയിൽ ഇതാകുമ്പോഴത്തേനും ഇതാണ്ട് എനിക്ക് നീ എല്ലാ രസവും വരും. താങ്ക് യു സോ മച്ച്. ചെറുക്കനെങ്ങനുണ്ട്? അടിപൊളി. ഇവനെന്നെ ഫിക്സ്, ഇവനെന്നെ എന്റെ നാട്ടൻ. ഇവനെ വെച്ചിട്ട് വേണം എനിക്കൊന്ന് എന്റെ സിനിമ എനിക്കൊന്ന് ഇറക്കാൻ വേണ്ടിട്ട്. നാരദാ ഇത് ഫിക്സ് ആക്കുമല്ലോ ഇത് നമ്മള്. പ്രശ്നമുണ്ട്. പൂച്ചയുടെ തലയിൽ അണ്ണന്റെ തലയാണ് വെക്കുന്നത്. ഒരുമിച്ച് അണ്ണയുടെ തല പട്ടിയല്ലേ കാല് പൊക്കി മുള്ളുന്നേ, പൂച്ച ഇരുന്നില്ലേ മുള്ളുന്നേ. എപ്പോഴെങ്കിലും പ്രൈവറ്റ് മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാം. എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് വരാം. ഫുൾ ടൈം ഇതാണ് കഥയല്ലേ? എനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം. അല്ല എനിക്ക് എന്നോട് തന്നെ ഒന്ന് ആലോചിക്കണം. ഇത്ര നല്ലോണം അഭിനയിച്ചിട്ടാ ഗ്രാഫ് കൂടെ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു കാട്ടുപൂച്ചയായിട്ടൊക്കെ ഞാൻ അഭിനയിച്ച എന്റെ ഇമേജ് എനിക്ക് മനുഷ്യനായിട്ട് അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വാ. എടാ ഇത് ഞാൻ പറയട്ടെ, ഇത് ഈ പൂച്ച നീ ഉദ്ദേശിക്കുന്ന പോലത്തെ ജോക്ക് എനിക്ക് ഇത് കേട്ടിരുന്നു. എനിക്ക് അഭിനയിക്കണമെന്നുണ്ടായില്ല ജോക്ക്. ഇതിനകത്ത് നല്ല കഥ അല്ല.